ഒരു 50,000 രൂപ നിങ്ങളൊരു നിക്ഷേപമായിട്ട് ഒരു 5 വർഷത്തേക്ക് ഇടുക എന്ന് വിചാരിക്കും. സ്റ്റേറ്റ് ബാങ്കിലോ HDFCയിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ദേ മേ ബി ഗെറ്റിംഗ് അറൌണ്ട് 7.5 to 8% ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ അത് തന്നെ കിട്ടും. അതോടൊപ്പം അദ്ദേഹത്തിന് ഈ 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ക്യാൻസറോ സ്ട്രോക്കോ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ ഡയഗ്നോസിസ് ചെയ്താൽ 10 ലക്ഷം രൂപ വരെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. ഇപ്പോൾ 1000 രൂപയുടെ പറഞ്ഞു. സാധാരണക്കാർക്ക് ഒരു ദിവസം ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും 1000 രൂപയുടെ വരുമാനം 850,000 രൂപയുടെ വരുമാനമുണ്ട്. ഒരു ദിവസം അവരോ അവരുടെ വേണ്ടപ്പെട്ടവരോ ഹോസ്പിറ്റലിൽ കിടന്നാലും നമുക്ക് വരും. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഫാമിലിക്ക് മൊത്തമായിട്ട് ഇൻഷുർ ചെയ്യാനാണ് പറയുന്നത്. വലിയ തുകയൊന്നുമില്ല, വളരെ ചെറിയൊരു തുകയേ ഉള്ളൂ. പക്ഷേ ICUലാണെങ്കിൽ 2000 രൂപ കിട്ടും. അതിനുശേഷം 4 ദിവസം വാർഡിലാണെങ്കിൽ 1000 രൂപ വെച്ചു. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ സ്വർണത്തിന്റെ വില എല്ലാ വർഷവും 16% മുകളിൽ വെച്ചിട്ട് കൂടുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞൊരു കല്യാണം പ്ലാൻ ചെയ്യുന്ന ഒരു ഫാമിലിക്ക് 2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ 12,000 രൂപയ്ക്ക് ഒരു ഗ്രാമിന് കൊടുക്കേണ്ടി വരിക. പക്ഷെ ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 7,000 രൂപയ്ക്കോ 7,300 രൂപയ്ക്കോ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ കൈ പൈസ ഇല്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ലോൺ എടുത്തിട്ട് ദേ ക്യാൻ ഗോ ഫോർ ഗോൾഡ് പർച്ചേസ്. ഇഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ജീവിക്കാനാണ് അല്ലേ? അങ്ങനെ കയ്യിലേക്ക് വരുന്ന വരുമാനം 2 രീതിയിൽ ചെലവഴിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. അതിൽ ആദ്യത്തെ സെറ്റ് മാസാവസാനം ആകുമ്പോൾ ചെറിയൊരു പിടുത്തം വരും. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ മൊത്തം ബാലൻസ് തെറ്റും. രണ്ടാമത്തെ സെറ്റ് വരുമാനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ ഏറ്റവും ബ്രില്യൻ്റായി ഹാൻഡിൽ ചെയ്ത് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടത്തിയെടുക്കും. വാട്ട് ഈസ് ദ സീക്രട്ട് ആലോചിച്ചിട്ടുണ്ട്? ആ സീക്രട്ട് റിവീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകൾ. അപ്പോൾ ആ ബ്രാൻഡിനെ കുറിച്ച് പറയാം. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ശ്രീകുമാർ ആൻഡ് ജയകുമാർ. വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. ഒന്നും പറയണില്ലേ? ഗുഡ് മോർണിംഗ്. ആണോ? അതിലങ്ങ് ശ്രദ്ധിച്ചിരിക്കുക, മുഴുകിയിരിക്കുകയായിരുന്നു. ഓക്കെ, ഹൗ ആർ യു ഗൈസ്? ഗ്രേറ്റ്, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ തുടങ്ങട്ടെ. ഈ ഞാൻ വിന്നേഴ്സ് റോയൽ വർഷയെക്കുറിച്ച് വായിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ മോട്ടോ വിഷൻ എന്ന് എഴുതിയിരുന്നത് പേഴ്സൺസ്, ഇൻഡിവിജ്വൽസിന്, ഫാമിലീസിന്, ബിസിനസ്സുകളെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ആളുകൾക്ക് ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പല ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ജീവിതത്തിലൊരു പ്രത്യേക ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നേരിടേണ്ടി വരുന്നു. അവിചാരിതമായി സംഭവിക്കുന്ന ഒരു കുടുംബാംഗത്തിന് പെട്ടെന്നൊരു മാരകമായ അസുഖം ഡയഗ്നോസിസ് ചെയ്യുന്നു. അത് പെട്ടെന്ന് തന്നെ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ചിലപ്പോൾ തകർന്നു വരും. ഇനി മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ചിലപ്പം ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നേക്കാം. 2-3 മാസം ജോലിയിൽ നിന്ന് മാറി നിൽക്കണം. ചിലപ്പോൾ ജോലി പോയതായിരിക്കാം, അല്ലെങ്കിൽ പല റീസൺസ് ഉണ്ടായിരിക്കാം. ആ സമയത്ത് അദ്ദേഹം ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് മറ്റാരുടെയും മുന്നിൽ കൈനീട്ടാതെ അദ്ദേഹത്തിന് ഫിനാൻഷ്യലി സെക്യൂർഡായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. പിന്നെ മൂന്നാമതൊരു സാഹചര്യം എന്ന് പറയുന്നത് പല ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. ഒരു സഹായം ചോദിച്ച് നമ്മുടെ മുന്നിൽ ഒരാൾ വരുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് കൊടുക്കാൻ, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ പേഴ്സിനകത്ത് ഒരു മിച്ചം ഉണ്ടാകണം. ഇതിനെയൊക്കെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ആൾക്കാർ പറയും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയും. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ 3 സാഹചര്യങ്ങളിലും ഹാൻഡിൽ ചെയ്യാനായിട്ട് ആളുകളെ സഹായിക്കുന്നുണ്ട്. അതിന് ഒരു പ്രധാന വിധം, നമുക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ, അതായത് നമുക്കൊരു സേവിങ്സ് ഉണ്ടെങ്കിൽ നമുക്കെപ്പോഴും തലയുയർത്തി നിൽക്കാൻ പറ്റും. പക്ഷെ ഒരു സാധാരണക്കാരന് തൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു തുക മിച്ചം പിടിച്ച് മാറ്റിവെച്ച് ഒരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കുക ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റത്തിൽ അത്ര എളുപ്പമൊന്നുമില്ല. വിന്നേഴ്സിൻ്റെ ഒരു പ്രത്യേകത, മൈക്രോ സേവിങ്സ് നടത്താൻ ആളുകളെ സഹായിക്കുക, ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡുകൾ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അതിന് ഉയർന്ന റിട്ടേൺസ് കൊടുക്കുക. ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അതേ പ്രിവിലേജോടുകൂടെ തന്നെ അതേ റിട്ടേൺസ് തന്നെ ഒരു സാധാരണക്കാരന് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, എല്ലാവരെയും ഒരേ പാറ്റേണിൽ കണ്ടുവന്ന് ഹൈ റിട്ടേൺസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും. ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. കിട്ടുമ്പോഴൊക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എത്ര എമൗണ്ട് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു മോഡൽ, അതാണ്
ഒരു പ്രത്യേകത. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിനെ നമുക്ക് നേരിടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്ന ഒരു അസുഖം, ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം മുഴുവൻ ചിലപ്പോൾ തകർന്നു പോയേക്കാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായ കാര്യങ്ങളെ നേരിടാനായിട്ട് ഇൻഷുറൻസിൻ്റെയൊക്കെ പരിരക്ഷ വേണമെന്നറിയാം. പക്ഷേ പല ആളുകളും ഇൻഷുറൻസിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കാത്തത് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷിക്കുന്നില്ല, വരില്ല അങ്ങനെ. ഇനി വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇനി വന്നാൽ തന്നെ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ മാറ്റി വെക്കാൻ തക്കവണ്ണം വലിയൊരു തുക തങ്ങളുടെ കൈവശം ഇപ്പോൾ ഇല്ല, അതൊരു പ്രയോറിറ്റി ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പരിമിതമായ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് വലിയൊരു തുക അതിനുവേണ്ടി മാറ്റിവെക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് ഒരു സൊസൈറ്റിക്ക് ഇടപെടാൻ പറ്റുന്നത്. കളക്റ്റീവ് ബാർഗെയിനിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളുമായി നെഗോഷിയേറ്റ് ചെയ്ത് മെമ്പേഴ്സിന് ഒരു ഡീപ്പ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഒരു വർഷത്തിൽ ഒരു 20,000 രൂപ ഒക്കെ പ്രീമിയം വരാവുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു 2,000 രൂപയ്ക്ക് താഴെ പ്രീമിയത്തിൽ, അതായത് 10% മാത്രം കോസ്റ്റോടുകൂടെ ഈ മെമ്പേഴ്സിന് ലഭ്യമാക്കാൻ കളക്റ്റീവ് ബാർഗെയിനിങ് പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സെയിം ബെനിഫിറ്റ്സ് എന്ന് മാത്രമല്ല, വി വിൽ ഈവൻ ഗിവ് ദം ആഡ് ഓൺ ബെനിഫിറ്റ്സ്. അങ്ങനെ കൊടുത്തുകൊണ്ട് പോലും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഈ സൊസൈറ്റി ശരിക്കും ഇതിൻ്റെ മെമ്പേഴ്സിന്, ഫാമിലി മെമ്പേഴ്സിന്, ബിസിനസ്സുകാർക്കൊക്കെ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉറപ്പാക്കാനായിട്ട് ക്രമീകരിക്കും. പല രീതിയിൽ ആളുകളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാൻ സഹായിക്കും. പിന്നെ ഒരു കാര്യം, എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരുന്നത്, കുറെ ചോദ്യങ്ങൾക്ക് ഒറ്റയടിക്ക് സർ ഉത്തരം വരണം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ ബാങ്ക് എന്നാണ് വരിക, പക്ഷേ ഓഫ് കോഴ്സ് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യോർ സൊസൈറ്റി ആൻഡ് എ ബാങ്ക് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ബേസിക്കലി പറയേണ്ടത്, ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞത് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ആണ്. ബാങ്ക് എന്ന് പറഞ്ഞത് പബ്ലിക്കാണ് അതിനകത്ത് ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് ബാങ്ക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക്സിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ പാർഷ്യലി ഗവൺമെൻറ് ആയിരിക്കും. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഗവൺമെൻറ് ആണ് മേജർ ഷെയർസ് ഉള്ളത്. അതേപോലെ തന്നെ മിക്സഡ് ആയിട്ടുമായിരിക്കും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും ഉണ്ട്. ഇതിൻ്റെ മേജറായിട്ടുള്ള വ്യത്യാസം വന്നിട്ട്, ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ബാങ്ക്സ് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പോൾ അവിടെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അതിന് ബെനിഫിറ്റ്സ് കിട്ടുക. പക്ഷേ സൊസൈറ്റി അങ്ങനെയല്ല. സൊസൈറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ സൊസൈറ്റിയിൽ നമുക്ക് സർവീസസ് കിട്ടുകയുള്ളൂ. ഒരു ലോൺ വേണം, അവരാദ്യം മെമ്പർ ആയിരിക്കണം. അതേപോലെ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. RD പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, വിൻഫിസ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർ ഫസ്റ്റ് മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ലൈസൻസ് ചില സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വിന്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7 സ്റ്റേറ്റിൻ്റെ ലൈസൻസ് നമുക്കുണ്ട്. കേരളം ഉൾപ്പെടെ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, പിന്നെ നോർത്തിൽ ഗുജറാത്ത്, രാജസ്ഥാൻ ആൻഡ് പഞ്ചാബ്. ഈ 7 സ്റ്റേറ്റിലെ മെമ്പേഴ്സ് ആ സ്റ്റേറ്റിൽ അവർക്ക് അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ ക്രൈറ്റീരിയ. അവർ മെമ്പർഷിപ്പ് എടുത്താൽ അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ സൊസൈറ്റി ഓഫർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും അവർക്ക് ആക്സസ് ചെയ്യും. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞില്ലേ, നമ്മളുടെ വേരിയസ് ആയിട്ടുള്ള സേവിങ്സ് സ്കീമുകൾ, ഇതിലൊക്കെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റിനെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ ഇതിനകത്ത് മേജറായിട്ടുള്ള മെയിൻ ഡിഫറൻസ് വന്നിട്ട്, സൊസൈറ്റീസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരിക. മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ എന്നുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ സൊസൈറ്റീസ് ഉള്ളത്. ഇപ്പോഴത്തെ അതിൻ്റെ മിനിസ്റ്റർ അമിത് ഷാ ആണ്. അതേസമയം ബാങ്കുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ആക്ട് പ്രകാരമാണ് ബാങ്ക്സ് നിലകൊള്ളുന്നത്. ബാങ്ക്സും ഈവൻ NBFCകളും ആ ആക്ട് പ്രകാരമാണ് നിലകൊള്ളുന്നത്. അതേപോലെ സൊസൈറ്റി ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അവിടുത്തെ പ്രൊഡക്റ്റ് ഡിസൈഡ് ചെയ്യുന്നതും മേജർലി പറയുകയാണെങ്കിൽ ബൈലോയാണ് സൊസൈറ്റി മുന്നോട്ട് നയിക്കുന്നത്. അതിനൊരു ഇലക്റ്റഡ് ബോർഡ് ഉണ്ട്, പിന്നെ ഒരു മാനേജ്മെൻറ്റ് ബോർഡ് ഉണ്ടായിരിക്കും. ഇതാണ് സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസൈനിങ് മുതൽ അതുപോലെ മെമ്പേഴ്സിന് കൊടുക്കേണ്ട ബെനിഫിറ്റ്സിനൊക്കെ ഒരുപാട് ഫ്രീഡം ഉണ്ട്. ബാങ്കിനുള്ള ലിമിറ്റേഷൻസ് സൊസൈറ്റിക്ക് ഇല്ല. ബാങ്കിൽ വേറൊരു മേജർ ഡിഫറൻസ് പറഞ്ഞാൽ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സൊസൈറ്റിക്ക് ബാധകമല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബാങ്കിലോട്ട് മാറിപ്പോകാൻ പറ്റില്ല. പക്ഷേ അതർവൈസ് ബാക്കി എല്ലാ ബാങ്കിങ് സൗകര്യങ്ങളും സൊസൈറ്റിക്ക് ചെയ്യാൻ സാധിക്കും. വേറെ സൊസൈറ്റിക്ക്
ബാങ്കിൻ്റെ മറ്റുള്ള ഇപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ട് തുറക്കാൻ പറ്റും, ഡെപ്പോസിറ്റ്സ് എടുക്കാൻ പറ്റും. ഇതൊക്കെ ബാങ്ക്സിന് ചെയ്യുന്ന പോലെ തന്നെ സൊസൈറ്റിക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മെമ്പേഴ്സാണ് സൊസൈറ്റിയുടെ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത് മേജറായിട്ട്. ബാങ്കിൻ്റെ അങ്ങനെയല്ല, ബാങ്കിന് വേറെ അപ്പോയിൻറ്റഡ് സംഭവങ്ങളാണ് വരിക. ഇതാണ് മേജറായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ വിന്നേഴ്സ് ഇതിനെ കുറിച്ച് പറയാം, സൊസൈറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സർവീസസ്, ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ഉണ്ട്, ലോൺ, പേഴ്സണൽ ലോൺ, പ്രൊഫഷണൽ നമ്മുടെ ഈ ബിസിനസ് ലോൺസ്, ഗോൾഡ് ലോൺസ്, അങ്ങനെ കുറേ സ്കീമുകളുണ്ട്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ വളരെ ബ്രീഫായിട്ട് സൊസൈറ്റി കൊടുക്കുന്ന സർവീസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാ പറയാം? അസറ്റ് ലയബിലിറ്റിയിലുള്ള എല്ലാ സെഗ്മെൻറ്റുകളും, ഒരു ബാങ്കിങ്ങിന് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻ്റ് ഉള്ളത്. അസറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ലോൺ പ്രൊഡക്റ്റുകളാണ്. പ്രധാനമായിട്ടും സെക്യൂർഡ് ആയിട്ടുള്ള ലോണുകൾ, ഗോൾഡ് ലോണ്, അതുപോലെ തന്നെ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, വെഹിക്കിൾ ലോൺസ്, ഇതാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് അൺസെക്യൂർഡ് ആണ് ബിസിനസ് ലോണുകൾ, അതുപോലെ തന്നെ പേഴ്സണൽ ലോണുകൾ, പിന്നെ മൈക്രോ ക്രെഡിറ്റ്, മൈക്രോ ഫിനാൻസ് പോലുള്ള ലോണുകളൊക്കെ. അപ്പോൾ ഈ ലോൺസിൻ്റെ എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. എന്നാൽ ചില പ്രത്യേക തരത്തിലുള്ള ലോണുകൾ കൂടിയുണ്ട്. വേറെ നോബഡി ഹാസ് കോപ്പീഡ് ഇറ്റ്, ലൈക്ക് ഗോൾഡ് പർച്ചേസ്, യുണീക്ക് ആയിട്ടുള്ള സ്വർണം വാങ്ങാനുള്ള ലോണ്. അപ്പോൾ അങ്ങനെയുള്ള ലോണുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോണുകളൊക്കെ ഉണ്ട്. പിന്നെ ലയബിലിറ്റി പ്രൊഡക്റ്റിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, പലതരത്തിലുള്ള സ്കീമുകളുണ്ട്. അതിൽ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുണ്ട്, ഫിക്സഡ് ടെനൂറുള്ള നോർമൽ RD സ്കീമുകളുണ്ട് വിത്ത് ഹൈ റിട്ടേൺസ്, പിന്നെ മന്ത്ലി റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന ഡെപ്പോസിറ്റ് സ്കീംസ് ഉണ്ട്, മെച്യൂരിറ്റി സ്കീമുകളുണ്ട്, ഡബിളിംഗ് സ്കീമുകളുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്കീം. പിന്നെ ഇഫ് എനിബഡി വാണ്ട് ടു കോൺട്രിബ്യൂട്ട് ടു ദി ഷെയർസ് ഓഫ് ദ സൊസൈറ്റി, മെമ്പേഴ്സിന് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് അവർക്ക് സൊസൈറ്റി ജനറേറ്റ് ചെയ്യുന്ന ലാഭത്തിൻ്റെ വിഹിതം കൂടുതൽ കിട്ടാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ സാർ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇൻഷുറൻസ്, അത് ആക്ച്വലി സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ഒരിക്കലും ഒരു എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് കൂടെ ചേരാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ബേസിക് നമ്മളൊരു ഫോമാറ്റ്. അതല്ലാണ്ട് അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഒരു മെജോറിറ്റിയും നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞത്, വിന്നേഴ്സ് റോയൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇൻഷുറൻസ് സ്കീം, അത് എങ്ങനെയാണ് നമുക്ക്, ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ്, അതായത് ഹൗ ഇസ് ഇറ്റ് ഈസിലി ഫീസിബിൾ ഫോർ എ കോമൺ മാൻ? ശരിക്കും ഞാൻ ഒരു ടേം ഉപയോഗിച്ചിരുന്നു, കളക്റ്റീവ് ബാർഗെയിനിങ് പവർ യൂസ് ചെയ്യുക. സൊസൈറ്റി ബിലോങ്സ് ടു മെമ്പേഴ്സ്. ഇപ്പോൾ കറൻ്റ്ലി ഏകദേശം ഒരു 40,000-ലധികം മെമ്പേഴ്സ് ഇപ്പോൾ തന്നെ നമുക്കുണ്ട്. ആൻഡ് എവറി മന്ത് വി ആർ ആഡിങ്, കേരളത്തിൽ മാത്രം എവറി മന്ത് വി ആർ ആഡിങ് അറൌണ്ട് 4,000 to 5,000 മെമ്പേഴ്സ്. അത് എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പല ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഡീപ്പ് ഡിസ്കൗണ്ട് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാനും പ്രോഡക്റ്റുകൾ കസ്റ്റമൈസ് ചെയ്യാനും ഒരു സൊസൈറ്റിയെ സഹായിക്കുന്നുണ്ട്. അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അപ്പം ആരെങ്കിലും മഞ്ജുവിനോട് ചോദിക്കുകയാണ്, മഞ്ജു ക്യാൻസർ കെയർ പോളിസി എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് വേണ്ടി കവർ ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വാട്ട് യു സേ? മജോറിറ്റി ആളുകൾ ഉണ്ടാവാറില്ല. എന്തുകൊണ്ടായിരിക്കും ഉണ്ടാകാത്തതെന്ന് ചോദിച്ചാൽ അവരവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ഉടനെ എങ്ങും ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നില്ല. നമുക്കിത് വരില്ല എന്നുള്ളൊരു തോട്ട്. ഇനിയും രണ്ടാമത്തെ സംഗതി, ഇതിന്റെ പ്രീമിയം അഫോർഡബിൾ അല്ല, സാധാരണക്കാരന് അഫോർഡബിൾ അല്ല. ഓക്കെ. അപ്പൊ ഞാൻ ആക്ച്വലി വിന്നേഴ്സ് റോയൽ വർഷയിലേക്ക് വരുന്നു, ഞാൻ അവിടെ മെമ്പർ ആവുന്നു. എനിക്ക് അവിടെ നിന്ന് എന്താണ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്? പറയാം. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നേടിയെടുത്ത 2-3 പ്രോഡക്റ്റുകളുണ്ട്. അതിലൊരെണ്ണം ഒരു 50,000 രൂപ നിങ്ങളൊരു നിക്ഷേപമായിട്ട് ഒരു 5 വർഷത്തേക്ക് ഇടുക എന്ന് വിചാരിക്കും. സ്റ്റേറ്റ് ബാങ്കിലോ HDFCയിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ദേ മേ ബി ഗെറ്റിംഗ് അറൌണ്ട് 7.5 to 8% ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ അത് തന്നെ കിട്ടും. അതോടൊപ്പം അദ്ദേഹത്തിന് ഈ 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ക്യാൻസറോ സ്ട്രോക്കോ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ ഡയഗ്നോസിസ് ചെയ്താൽ 10 ലക്ഷം രൂപ വരെ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. ദാറ്റ് മീൻസ് ക്രിട്ടിക്കൽ ഇൻഷുറൻസ് കവേർഡ് ആണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഗിവൺ ടു ദി മെമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഈ 5 വർഷം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല, അയാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവായിട്ടില്ല. ലാഭം എവിടെയാണെന്ന് വെച്ചാൽ, ഈ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തപ്പോൾ മെഡിക്കൽ ചെക്കപ്പിൻ്റെ ആവശ്യമില്ല. അപ് ടു 65 years ഓഫ് ഏജ് വരെ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് എൻട്രി കിട്ടും.
ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് വെച്ചാൽ ഒരു ആവറേജ് ഒരു 15,000 മുതൽ 20,000 രൂപ വരെ ഉണ്ടാകുന്ന ഒരു പ്രീമിയം എക്സ്പെൻസ് അദ്ദേഹത്തിന് മുടക്കണ്ട. ലൈഫ് ടൈം പിന്നീട് ഇത് റിന്യൂ ചെയ്യാം. FD റിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. 5 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് റിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഇൻട്രസ്റ്റ് അവർക്ക് എടുത്തുകൊണ്ടിരിക്കാം. 5 വർഷം കഴിയുമ്പോൾ FD റിന്യൂ ചെയ്യുക, വീണ്ടും കവറേജ് സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു യുണീക്ക് ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. വേറെ ആരും ഇതുവരെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതങ്ങനെ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളക്റ്റീവ് ബാർഗൈനിങ് ഉപയോഗിച്ചു. പിന്നെ ഇതിനു വേണ്ടി ഉണ്ടാകുന്ന അഡീഷണൽ പെർസെൻറ്റേജ്, ഞങ്ങൾക്ക് 1 വർഷം FD ഇട്ടാൽ ഒരാൾക്ക് ഞങ്ങൾ 11% വരെ ഇൻട്രസ്റ്റ് കൊടുക്കും. ഈ എക്സ്ട്രാ വന്നാൽ 3% പ്രീമിയം അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. ദാറ്റ്സ് ഓൾ. അപ്പം ഗുണം അവർക്ക് തന്നെ നീട്ടിക്കൊടുക്കുന്നു. അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഭാഗം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതർവൈസ് അവർ ശരിക്കും ചെയ്യേണ്ടവരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് 50,000 ഇട്ട് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് 60,000 രൂപ പ്രീമിയം വരുന്ന ഒരു കാര്യമാണ് അയാൾക്ക് ഇപ്പോൾ എന്ത് ചെയ്തത്, സേവ് ആയിട്ട് കിട്ടിയത്, ഫ്രീ ആയിട്ട് കിട്ടിയത് കൊടുക്കുന്നത്. അതപ്പോ ഈ 50,000 രൂപയാണോ മിനിമം എമൗണ്ട്? പല സ്കീമുകളുണ്ട്. പേഴ്സൺ ക്യാൻ സ്റ്റാർട്ട് വിത്ത് 20,000. ഒരു സാധാരണക്കാരന് വെറും ഒരു 20,000 അടച്ചാൽ 5 ലക്ഷം രൂപയുടെ ക്യാൻസർ കവറേജ് കിട്ടും. ക്യാൻസർ മാത്രമേ ഉള്ളൂ. അതേസമയം 30,000 അടച്ചു കഴിഞ്ഞാൽ അത് 10 ലക്ഷം ആവും. ക്യാൻസർ മാത്രം. ഇനി അത് 30,000 അടച്ചു ക്യാൻസറും സ്ട്രോക്കും ബൈപ്പാസ് സർജറിയും ഹാർട്ട് അറ്റാക്കും കൂടെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 35,000 രൂപ അടച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ കവർ ചെയ്യും. 5 ലക്ഷത്തിന്. 50,000 അടച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം കവറേജ് കിട്ടും. ഫാമിലി 2 പേർക്ക് വേണോ? ഇനി 60 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ സ്പെഷ്യൽ FDക്ക് ഈ 50,000 എന്നുള്ളത് അതിൻ്റെ ഒരു 150 ടൈംസ് കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 1.25 ലക്ഷം രൂപ FD ആണ്. അവരുടെ തന്നെ FD, അവർക്ക് തന്നെ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നു. നോർമലി ഒരു 60 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള ഒരാൾക്ക് ഒരു ക്രിട്ടിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് എടുക്കുമ്പോൾ തന്നെ ഷുഗറോ കൊളസ്ട്രോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനി അത് കട്ട് ചെയ്യും. ഇനി അവർ ഒരിക്കലും എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രീമിയം അവരങ്ങ് പറയും. അതായത് സാമ്പത്തിക ബോധവൽക്കരണം എന്നുള്ളതാണ് സൊസൈറ്റിയുടെ, നമ്മുടെ ബൈലോയിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ബോധവൽക്കരണം, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, പിന്നെ സേവിങ്സ് ഹാബിറ്റിനെ പറ്റി സംസാരിക്കുക, അതിനെപ്പറ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, സേവിങ്സ് പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് സൊസൈറ്റിയുടെ മേജറായിട്ടുള്ള സംഭവം. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ അണ്ടർലൈനിങ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഷുർ യുവർ സെൽഫ് അഡ്വക്കേറ്റ്ലി. ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സമ്പത്തൊക്കെ നമ്മളുടെ സ്കിൽ സെറ്റും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നമ്മളുടെ വർക്കും ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ അതേ ഉണ്ടാവേണ്ടത് അവിടെ. നമ്മളില്ലെങ്കിൽ ഒരു ചിത്രം എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അടുത്തൊരു 40 വർഷത്തേക്ക് അല്ലെങ്കിൽ 30 വർഷത്തേക്ക് നമുക്ക് പല പല റിക്വയർമെൻറ്റ്സ് വരും ലൈഫിൽ. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകാം, ഒരു വെക്കേഷൻ ആകാം, ഒരു വീട് വെക്കുന്ന കാര്യമാകാം. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മളുണ്ടെങ്കിൽ നമ്മളുടെ ഇൻകം ബേസ് ചെയ്തിട്ടാണ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഹൗസ് വൈഫാണ്. മേജർ ഇൻകം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മേജർ ഇൻകം വരുന്നത് മെയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനാണ്. അപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ പുള്ളി കിടന്നു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം വന്നിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളുടെ ഫസ്റ്റ് തിങ് ഇൻഷുറൻസ് ആണ്. അപ്പം ഞങ്ങളുടെ സൊസൈറ്റിയിൽ ആദ്യം ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് ഒരു 4-5 മാസമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടാണ് പ്ലാനുകൾ ഞങ്ങൾ രൂപീകരിച്ചത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ പകുതി കാര്യങ്ങൾ സെറ്റായി. ആദ്യം സ്റ്റാർട്ട് യുവർ ഫിനാൻഷ്യൽ സേവിങ്സ് ബൈ ഇൻഷുറിങ് യുവർ സെൽഫ് എന്നാണ് പൊതുവെ പറയാറ്. ഇതുപോലെ തന്നെ മറ്റ് ചില ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുണ്ട്. ഒരു ഉദാഹരണത്തിന് സൊസൈറ്റിയുടെ ഒരു മെമ്പർ ആകുന്നതിന് വേണ്ടി ഒരു വ്യക്തി ഒരു 12 രൂപയുടെ മെമ്പർഷിപ്പ് ഫീസേ ഉള്ളൂ. 12 രൂപയോ? 12 രൂപയേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഷുഡ് അക്കമ്പനി വിത്ത് എ ഷെയർ. ഒരു ഷെയർ എങ്കിലും വേണം. 100 രൂപയാണ് ഒരു ഷെയറിന്റെ വില. 112 രൂപ. ഇദ്ദേഹം അതിനോടൊപ്പം തന്നെ ഒരു രജിസ്ട്രേഷൻ ഫീസ് കൂടെ ചേർന്ന് 250 രൂപ അടച്ചാൽ അദ്ദേഹത്തിന്റെ വീടിന് ഒരു 5 ലക്ഷം രൂപയുടെ കവറേജ് കൂടെ കിട്ടും. നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം, തെഫ്റ്റ്, ബർഗ്ലറി, നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം വീട്ടിലെ ഉപകരണങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. മോഷണം പോയാൽ ഒരു എഫ്ഐആറിന്റെ കോപ്പി മാത്രം മതി. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ഇൻഡിവിജ്വൽ പോയി അദ്ദേഹത്തിന്റെ വീട് ഇൻഷുർ ചെയ്യാനായിട്ട് ഒരു 5 ലക്ഷം രൂപ കവറേജ് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന തുകയ്ക്കൊന്നും നിൽക്കില്ല. ഇല്ല, ഒരിക്കലും. അപ്പോൾ ഒരു മെമ്പർഷിപ്പിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യം അത്.
നമ്മളും നമ്മുടെ ഫാമിലിയൊക്കെ എപ്പോഴും സെക്യൂർഡ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. ഇതൊന്നും ഒരു ആർഭാടമൊന്നുമല്ല. പണ്ടൊക്കെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി മിച്ചമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ളത് മിച്ചം പോകാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ആയിരിക്കണം ഇത്. അതുപോലെ ഒരു പ്രൊഡക്റ്റാണ് ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ മെഡിക്കൽ ഇൻഷുറൻസ്. എന്നാൽ ഒരു സാധാരണ റീഇംബേഴ്സ്മെന്റ് പോളിസി അല്ല. ഒരു ദിവസം നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക, അന്നത്തെ ദിവസം നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല, വരുമാനം പോയി. നമുക്കുണ്ടാകുന്ന മെഡിക്കൽ ബിൽസ് ഒക്കെ മെഡിക്ലെയിം പോളിസി വഴി റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. നമുക്ക് ESIയോ കോർപ്പറേറ്റ് ഇൻഷുറൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. എന്നാൽ അതേസമയം അന്നത്തെ ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിലുണ്ടായ ശമ്പള നഷ്ടം ആരും നികത്തുകയല്ല. ഒരു ദിവസം ആശുപത്രിയിൽ കിടന്നാൽ 1000 രൂപ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ തരും. ഒരു ദിവസം ആശുപത്രി അഡ്മിറ്റ് ആകേണ്ടി വന്നു കഴിഞ്ഞാൽ ICUയിൽ കിടന്നാൽ 2000 രൂപ കിട്ടും. അതിനുവേണ്ടി ഒരു വ്യക്തി മുടക്കേണ്ടുന്നത് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് സഹിതം എടുക്കണമെങ്കിൽ 670 രൂപ മതി. 670 രൂപ ഉണ്ടെങ്കിൽ 65 വയസ്സ് വരെ വിത്തൗട്ട് മെഡിക്കൽ ചെക്കപ്പ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് വരെ കവറേജ് കിട്ടുകയും ചെയ്യും. വെയിറ്റിംഗ് പീരീഡ് വെറും 7 ദിവസമേ ഉള്ളൂ. ഇതിന് 1000 അല്ല, എനിക്ക് 2000 വേണമെന്നുണ്ടെങ്കിൽ ഒരു 1400 അടച്ചാൽ മതി. 3000 വേണമെന്നുണ്ടെങ്കിൽ ഒരു 2400 അടച്ചാൽ മതി. ഗുണം, ഞാനൊരു 2400 അടച്ചു. ഒരു വർഷത്തിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ 3000 രൂപ കിട്ടും, ICUയിൽ കിടന്നാൽ 6000 രൂപ കിട്ടും. അപ്പൊ ഫിനാൻഷ്യലി ഉണ്ടാകാവുന്ന ഒരു ബേർഡൻ മാറി കിട്ടാൻ സഹായിക്കുന്നു. ഇത് നമുക്ക് ആശുപത്രി പോകേണ്ടി വന്നാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ആശുപത്രി പോകാതിരിക്കില്ല, ട്രീറ്റ്മെന്റ് നിഷേധിക്കില്ല. പലപ്പോഴും ആളുകൾ അവസാന ഘട്ടം വരെ സെൽഫ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന്റെ കാരണം കോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കും. സോ ദാറ്റ് ദേ വിൽ ഫീൽ സെക്യൂരിറ്റി. ഇത് സൊസൈറ്റിയുടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. ഒരു കാര്യം കൂടെ, അതായത് ഇത് ഒരു വർഷത്തിൽ 30 ദിവസത്തേക്കാണ് കിട്ടുക, മാക്സിമം 30 ദിവസം. അത് അടുപ്പിച്ച് വേണം നിർബന്ധമില്ല. അപ്പോൾ മൂന്നാമത്തെ മാസം ഒരു 4 ദിവസം, പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം, ഒരു വർഷം മൊത്തത്തിൽ 30 ദിവസത്തേക്കാണ് കിട്ടുക. ഇനി ഇങ്ങനെ ചിന്തിക്കുക, ഇപ്പൊ 1000 രൂപയുടെ പറഞ്ഞു, സാധാരണക്കാർക്ക് ഒരു ദിവസം ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും 1000 രൂപയുടെ വരുമാനം, 850-1000 രൂപയുടെ വരുമാനമുണ്ട്. ഒരു ദിവസം അവരോ അവരുടെ വേണ്ടപ്പെട്ടവരോ ഹോസ്പിറ്റലിൽ കിടന്നാലും നമുക്ക് വരും. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഫാമിലിക്ക് മൊത്തമായിട്ട് ഇൻഷുർ ചെയ്യാനാണ് പറയുന്നത്. വലിയ തുകയൊന്നുമില്ല, വളരെ ചെറിയൊരു തുകയേ ഉള്ളൂ. പക്ഷേ ICUലാണെങ്കിൽ 2000 രൂപ കിട്ടും. അതിനുശേഷം 4 ദിവസം വാർഡിലാണെങ്കിൽ 1000 രൂപ വെച്ച് കിട്ടും. അപ്പോൾ എപ്പോഴെങ്കിലും ICU ഷിഫ്റ്റ് ചെയ്താൽ 2000 രൂപ, അല്ലെങ്കിൽ ഏതാണ് പ്ലാൻ അതിൻ്റെ അനുസരിച്ച് ഡബിൾ കിട്ടും. അതാണ് ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇത് നമ്മളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഹൈലി നെഗോഷിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റാണ്. ഐ തിങ്ക് ഇതൊരു ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ക്ലെയിമും സെറ്റിൽ ചെയ്യുന്നത്. സോ നമ്മൾ വന്നിട്ട് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സോ മെമ്പേഴ്സ് ബെനിഫിറ്റ് വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കണമല്ല. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പിന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതൊക്കെ സ്വർണത്തിൻ്റെ വിലയാണ്. സാർ അതേ പറഞ്ഞപ്പോൾ പറഞ്ഞു ഗോൾഡ് മേടിക്കാൻ ലോൺ കൊടുക്കുന്നു. ഗോൾഡ് മേടിക്കാൻ ലോൺ എടുക്കാറുണ്ട് വീട്ടുകാർ. അത് വീട്ടിലൊരു കല്യാണമൊക്കെ വരുമ്പോഴാണ് അങ്ങനെ എടുക്കുക. പക്ഷെ ഗോൾഡ് മേടിച്ച് വെക്കാൻ എന്തിനാണ് ലോൺ എടുക്കുന്നത്? ബേസിക്കലി അതൊരു ഗോൾഡ് മേടിക്കാനുള്ളതല്ല. ഇപ്പം ആസ് എ സൊസൈറ്റി നമ്മൾ ഓട്ടോണമസ് ആയതുകൊണ്ട് നമുക്ക് പല പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിൻ്റെ ഒരു ലോൺ മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. അവർ ആ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ട് പല പർപ്പസ് ആയിരിക്കും. അതിലൊന്നായിരിക്കും ചിലപ്പോൾ സ്വർണം വാങ്ങിക്കുന്നത്. പറയുകയാണെങ്കിൽ കഴിഞ്ഞ 45 വർഷത്തിൽ ഏറ്റവും അധികം സ്വർണ്ണവില ഈ വർഷമാണ് വന്നിരിക്കുന്നത്. 7300 ബ്രീച്ച് ചെയ്തു, 7800 ബ്രീച്ച് ചെയ്തു, ഇങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 2 വർഷം കഴിഞ്ഞൊരു കല്യാണം പ്ലാൻ ചെയ്യുന്ന ഒരു ഫാമിലിക്ക് 2 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ 12000 രൂപയ്ക്ക് ഒരു ഗ്രാമിന് കൊടുക്കേണ്ടി വരിക. പക്ഷെ ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് 7000 രൂപയ്ക്കോ 7300 രൂപയ്ക്കോ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ കൈ പൈസ ഇല്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ലോൺ എടുത്തിട്ട് ദേ ക്യാൻ ഗോ ഫോർ ഗോൾഡ് പർച്ചേസ്. അപ്പോൾ അതിന് ആക്ച്വലി സ്വർണ്ണവിലയുടെ 80% വരെയാണ്. അത് പർപ്പസ് അങ്ങനെ നിങ്ങൾ സ്വർണ്ണത്തിന് എന്നുള്ള രീതിയിലല്ല, ഒരു ജനറൽ പർപ്പസ് ലോണാണ് കൊടുക്കുക. അത് മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഡ് വാങ്ങി ഒരു ഭാവി പർപ്പസിന് വേണ്ടി ഒന്ന് സേവ് ചെയ്തെടുക്കുക. ഇതൊരു ഗാംബ്ലിംഗ് പർപ്പസ് അല്ല. വില കൂടുമ്പോൾ വിറ്റ് കാശാക്കാൻ നടത്തില്ല. മറിച്ച് മെമ്പേഴ്സിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഒരു കല്യാണം നടക്കുന്നു, അന്ന് വില എത്ര ആവും നമുക്കറിയില്ല, അനിശ്ചിതത്വമുണ്ട്. ഇന്ന് സുനിശ്ചിതത്വമുണ്ട്. ഇന്നത്തെ വില നമുക്കറിയാം, പക്ഷെ ഇന്ന് നമ്മുടെ കാശില്ല. അപ്പൊ അവിടെയാണ് ഈ സ്കീമിന്റെ ഒരു പ്രത്യേകത. ഇന്ന് അവർക്ക് ഗോൾഡ് വാങ്ങണം, ഇഷ്ടമുള്ള ജ്വല്ലറി പോവാം, ഗോൾഡ് വാങ്ങാം. ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ സ്വർണ്ണ വിലയുടെ 80% വരെ അവർക്ക് അത്
കൊളാട്രലായിട്ട് ആ ഗോൾഡ് തന്നെ കൊളാട്രലായിട്ട് തന്നുകൊണ്ടാണ് ഇവർ ലോൺ എടുക്കുന്നത്. ഗോൾഡ് അവർ എടുത്തുകൊണ്ട് പോകുന്നില്ല. ഇറ്റ് വിൽ ബി കെപ്റ്റ് സേഫ് അണ്ടർ കസ്റ്റഡി. നമ്മുടെ സ്ട്രോങ് റൂമിൽ അതിരിക്കും. അത് ഇൻഷുർഡ് ആയിരിക്കും. അവരുടെ പർപ്പസ് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പം നമ്മുടെ നിന്ന് ഗോൾഡ് മേടിച്ചുകൊണ്ട് പോയാലും ഇവർ കൊണ്ട് കാശ് കൊടുത്ത് ലോക്കറി കൊണ്ടുപോകും. ലോക്കറി ഇരുന്ന് കഴിഞ്ഞാൽ കാശ് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതിന് ഇൻഷുറൻസ് കവറേജ് ഒട്ടുകൊണ്ട് ഇല്ലാതെ. ഇവിടെ ആകുമ്പോൾ ഇൻഷുർഡ് ആയിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. ഇനി ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബുള്ളറ്റ് റീപേയ്മെന്റ് എന്ന് പറയും. ഇഷ്ടമുള്ള പോലെ തിരിച്ചടയ്ക്കാം. 100 രൂപ കിട്ടി 100 രൂപ അടയ്ക്കാം, 500 കിട്ടി 500 അടയ്ക്കാം, ഇത്ര നാള് വെയിറ്റ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണേലും അടയ്ക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പിഴപ്പലിശകൾ അങ്ങനെയൊന്നും വരില്ല. അടയ്ക്കാത്ത ദിവസങ്ങൾ എത്ര ദിവസം പെൻഡിങ് ഉണ്ട്, ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് മെത്തേഡിൽ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നോർമലി ഒരു 10 മുതൽ 12.5% വരെ ഇൻട്രസ്റ്റ് വരാം. ഡെയിലി അടയ്ക്കണത് കുറയും. അതിനെയും മന്ത്ലി EMI പോലെ അടയ്ക്കുകയാണെങ്കിൽ 12.54% വരെ ഇൻട്രസ്റ്റ് വരാവുന്ന ഒരു സ്കീം. മെമ്പേഴ്സിന് വളരെ ആകർഷകമായ സ്കീമാണ്. ജയ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ സ്വർണത്തിന്റെ വില എല്ലാ വർഷവും 16% മുകളിൽ വെച്ചിട്ട് കൂടുന്നുണ്ട്. അപ്പൊ 12% കിട്ടുകയാണെങ്കിൽ അത് ലാഭമാണല്ലോ. പിന്നെ കയ്യിൽ നമ്മൾ കാശായിട്ട് പണം സൂക്ഷിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ് സ്വർണം വാങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം കുറഞ്ഞു. 6% ഇൻഫ്ലേഷൻ. സ്വർണത്തിന്റെ വില കഴിഞ്ഞ വർഷം 24% കൂടി. 24, 24, 6, 30%. അപ്പോൾ ഈ 12%, 12% നമുക്ക് ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സഹായമാണ്. പിന്നെ കുറേശ്ശെ അടച്ച് സേവ് ചെയ്ത് വളരുന്ന ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യത്. ഭാവിയിൽ വലിയൊരു റിസ്ക് മാറി കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ സഹായിക്കുന്ന ഒരു യുണീക്ക് പദ്ധതി പോലെ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സിന് വേണ്ടി കൊടുക്കാൻ പറ്റും. ഇതിൽ ചില ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ ലോൺ എടുത്തു, ജീവിച്ചിരുന്നാലേ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു അപകട മരണം സംഭവിച്ചു, പിന്നീടുള്ള തുക അടയ്ക്കേണ്ട, അപ്പൊ തന്നെ സ്വർണ്ണം എടുത്തോണ്ട് പോവാം. ഇറ്റ് ഇസ് ഇൻഷുർഡ്. 11ഓളം ക്രിട്ടിക്കൽ ഇൽനെസ്സസ് ഡയഗ്നോസിസ് ചെയ്തു, അപ്പോഴും അടയ്ക്കണ്ട. പിന്നെ അയാൾക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും ഇറ്റ് ഈസ് കവേർഡ്. ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അതിനകത്ത്. ഈ ലോൺ എടുത്ത വ്യക്തി ജീവിച്ചിരുന്നാൽ അപകടം മൂലം മരണം സംഭവിക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസിസ് ചെയ്യുകയോ ചെയ്താൽ പിന്നെ അടയ്ക്കണം. അങ്ങനെയുള്ള അഡീഷണൽ ബെനിഫിറ്റ് ഒക്കെ കേട്ടിട്ട് പ്രോഡക്റ്റ് വളരെ നല്ലതാണ്. പക്ഷെ അപ്പോഴും അവിടെ ഒരു ചോദ്യമുണ്ട്. ഞാനൊരു 2 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനപ്പുറത്തേക്ക് വേണ്ട സ്വർണം, അത് ഈ സ്വർണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമൊന്നും ഇല്ലാണ്ട് അവിടെ ഇരിക്കുകയാണല്ലോ. നമ്മൾ 5 വർഷം കഴിഞ്ഞാലേ എടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് വളർച്ചയില്ല, നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഇല്ലാതെ അങ്ങനെ വെച്ചേക്കാണ്. അപ്പം അവിടെ ലോക്കറിലാണെങ്കിൽ അത് അവിടെ വെച്ചേക്കാണ്. വൈ ഷുഡ് ഐ ഇൻവെസ്റ്റ് എന്നുള്ളൊരു ചോദ്യമില്ലേ? ആ ഗോൾഡ് ഞാൻ എന്ത് ചെയ്യും? അതൊരു ഒരു ഗ്രോത്ത് ഇല്ലാത്തൊരു അസറ്റ് അല്ലേ? അത് ആ പറഞ്ഞത് സാധാരണക്കാർ ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. സാധാരണ ഇതിൽ നമ്മൾ ഗോൾഡ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്, ഉറപ്പായിട്ട് തന്നെ അപ്രീസിയേഷൻ ഉണ്ട്. ഇപ്പോൾ മഞ്ജു ഒരു 5 വർഷം മുമ്പ് ഗോൾഡ് വാങ്ങിച്ച് ഒരു 100 പവൻ അല്ലെങ്കിൽ 100 ഗ്രാം ഗോൾഡ് കയ്യിലുണ്ടെങ്കിൽ ഇന്ന് അതിന് വില കൂടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. അത് എല്ലാവർക്കും കിട്ടും. അത് ലോക്കറി വെച്ചാലും കിട്ടും, വീട്ടിലുണ്ടെങ്കിലും കിട്ടും. പക്ഷേ ഇവിടെ ഒരു റിസ്ക് ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ നമ്മൾ നമ്മുടെ അലമാരിയിലൊക്കെ വെച്ചിരിക്കുന്ന സ്വർണം എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ ചിലർ വന്നിട്ട് പൂട്ടി വയ്ക്കും, ചിലർ വന്നിട്ട് തുണിക്കട വയ്ക്കും. ദാറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ അവരുടെ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. ഇവിടെ ഒരു കളവ് നടന്നാൽ അത് പോയി. നിങ്ങൾ ബാങ്കിൽ ലോക്കറി കൊണ്ടുവച്ചെന്നിരിക്കട്ടെ. ഇപ്പോൾ വയനാട് സംഭവിച്ചത് എന്താണ്? 100 കണക്കിന് വീട് വെള്ളത്തിനടിയിൽ പോയി. ഈ സ്വർണം പോയതൊക്കെ കിട്ടില്ല, കാരണം ഇൻഷുർഡ് അല്ല. ഇനി നിങ്ങൾ ബാങ്കിന്റെ ലോക്കറിലാണ് വെച്ചിരിക്കുന്നിരിക്കട്ടെ, ബാങ്ക് തന്നെ ഒളിച്ചു പോയിട്ടുണ്ട്, അത് പോയി. നോ ഇൻഷുറൻസ്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പദ്ധതി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്, മെമ്പേഴ്സ് ഗോൾഡ് കോൺട്രിബ്യൂഷൻ സ്കീം. അത് വളരെ മനോഹരമായ സ്കീമാണ്, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. സാധാരണക്കാർക്ക് സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞു കയ്യിലുണ്ട് സ്വർണം, അതിന് വില കൂടുന്നതൊക്കെ സംഭവിച്ചു. ഇനി ബാങ്കിൽ സേഫായിട്ട് ഇരിക്കാനായിരിക്കും, ലോക്കറിൽ ഇരിക്കുകയാണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു 3 വർഷം കഴിഞ്ഞൊരു കല്യാണം വരും, അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾഡാണ്. അപ്പോൾ സാധാരണ കല്യാണം വരുന്ന സമയത്ത് നിങ്ങൾ ഗോൾഡ് സെയിം ഗോൾഡാണ് കൊടുക്കുക, വേറെ ഗോൾഡാണ് കൊടുക്കുക? അതായത് നിങ്ങൾ കയ്യിലിരിക്കുന്ന ഗോൾഡ് തന്നെയാണ് അണിയിക്കുക, അല്ലെങ്കിൽ അത് കൊണ്ടുപോയി പുതിയ സ്വർണ്ണമായിട്ട് മാറിയെടുക്കുന്നത്? മാറിയെടുക്കും. അങ്ങനെയാണ്. കാരണം പഴയ മോഡൽ, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ലല്ലോ. പഴയ മോഡലൊന്നും അവർക്ക് വേണ്ട, അവർക്ക് പുതിയ മോഡൽസാണ് വേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഒരു മേക്കിംഗ് ചാർജ് ഉണ്ട്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ കാര്യം അറിയുമെന്നറിയില്ല, ഞാൻ പറയാം. സ്വർണം വാങ്ങിക്കുമ്പോൾ ഒരു മേക്കിംഗ് ചാർജ് ഉണ്ട്. അത് ഓർണമെന്റ്സിന്റെ ഡിസൈൻ അനുസരിച്ചിട്ട് 28, 30, 12, 15 ഒക്കെ ശതമാനം വരും. അപ്പം അന്ന് മാറിയെടുക്കുമ്പോൾ ഇന്നത്തെ വില 7300 ഉള്ളൂ ഗ്രാമിന്. അന്ന് വില ചിലപ്പോൾ 12,000 15,000 രൂപയായിരിക്കും. ആ റേറ്റിലാണ് ഈ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടത്. ഇന്ന് ഒരു 7000 രൂപയിൽ നിങ്ങളൊരു 10% മേക്കിംഗ് ചാർജ് കൊടുക്കുന്നതും 12,000-ൽ 10% മേക്കിംഗ് ചാർജ് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്, അത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ മനോഹരമായ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്തു. നിങ്ങളുടെ ഇരിക്കുന്ന സ്വർണം വന്നിട്ട് സൊസൈറ്റിയിൽ
ഡെപ്പോസിറ്റ് ചെയ്യുക, കോൺട്രിബ്യൂഷൻ പോലെ ഡെപ്പോസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഗോൾഡിൻ്റെ വെയിറ്റിന് സർട്ടിഫിക്കറ്റ് തരും. അസേ പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്ര ഗ്രാം സ്വർണം നമ്മളുടെ സൊസൈറ്റിയിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. ഇനി 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതേ വെയിറ്റ്, ഇപ്പോൾ 100 ഗ്രാമാണ് തന്നെങ്കിൽ 100 ഗ്രാം വെയിറ്റിനുള്ള സ്വർണം നമുക്കൊരു ജുവലറി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ലൈസൻസ് ആയി. അതിനെപ്പറ്റി ശ്രീകുമാർ പറയും ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ ജുവലറിയിൽ വന്നിട്ട് ഒട്ടും 0% മേക്കിംഗ് ചാർജിൽ എടുക്കാം. അപ് ടു 15% വരെയും മേക്കിംഗ് ചാർജ് ഉള്ള ഓർണമെന്റ്സ്. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇഷ്യൂ. കാരണം നിങ്ങൾ സുരക്ഷിതമായിട്ട് തന്നെ വെച്ചെന്നിരിക്കട്ടെ. വീട്ടിൽ നല്ല ബ്യൂറോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ സേഫ് ഒക്കെ ഉണ്ട്, വെച്ചു കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. അതേസമയം അത് ഈ സ്കീമിലല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കൊടുക്കാം. മേക്കിംഗ് ചാർജ് ഉണ്ടായിരിക്കും അവിടെ. പക്ഷേ ഇവിടെ മേക്കിംഗ് ചാർജ് ഇല്ല. അത് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണത്തിന് മാസം ഒരു ഏർണിങ്സും കിട്ടും. ഇപ്പോൾ നമ്മൾ അപ് ടു 40 rupees per gram, 100 ഗ്രാം തരുന്ന ഒരാൾക്ക് 4000 രൂപ പെർ മന്ത് ഉള്ള ബെനിഫിറ്റ്സ് കിട്ടും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 2 മാസം കൂടുമ്പോഴത്തേക്കും പുതിയൊരു ഗ്രാം വെച്ച് മേടിക്കാൻ പിടി കിട്ടിയോ? അപ്പൊ നമുക്ക് ഡെഡായിട്ടിരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഈൽഡ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ആവിഷ്കരിച്ചൊരു പദ്ധതിയായിരുന്നു. പക്ഷെ അന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഗോൾഡ് ഞാൻ കൊണ്ട് കൊടുക്കണം. അന്നത്തെ വിലയ്ക്ക് അവരതങ്ങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. എന്നിട്ടൊരു 3% വെച്ച് നമുക്ക് റിട്ടേൺ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് ഗോൾഡായിട്ടല്ല കൺവേർട്ട് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്നൊരാൾ ഗോൾഡ് തന്നാൽ 100 ഗ്രാം ഗോൾഡ് തന്നാൽ 100 ഗ്രാം ഗോൾഡിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുന്നത്. 3 വർഷമോ 4 വർഷമോ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ 100 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം തന്നെ അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ സ്വർണത്തിന്റെ വിലവർദ്ധനവിന്റെ പ്രയോജനം കിട്ടും. അതോടൊപ്പം മാസാമാസം റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യും. മച്യൂരിറ്റി ആകുന്ന സമയത്ത് അവർക്ക് ഓർണമെന്റ് എടുക്കേണ്ട സമയത്ത് മേക്കിംഗ് കോസ്റ്റ് ഇല്ലാതെ ഓർണമെന്റ് കിട്ടുകയും ചെയ്യും. എങ്ങനെ നോക്കിയാലും അത് പ്രോഫിറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മള് ഇപ്പൊ മന്ത്ലി ആണല്ലോ നമ്മൾ ഈ ബഡ്ജറ്റ് കാൽക്കുലേഷൻ ഒക്കെ നടക്കുക. അങ്ങനെ മന്ത്ലി ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ കുറെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഗ്രൂപ്പിൽ പെടാത്തൊരു ആൾക്കാരുണ്ട്. അതായത് മന്ത്ലി എത്ര ഇൻകം കിട്ടുമെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റാത്ത ആളുകൾ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ, ഫ്രീലാൻസിങ് വർക്ക് ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ആളുകൾ, അവർക്കൊക്കെ ഇത്ര രൂപ കിട്ടും, ഇത്ര രൂപ എനിക്ക് ഫിക്സ്ഡ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കാം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഫ്ലെക്സിബിലിറ്റി പല മേഖലയിലാണ് വേണ്ടത്. ഉദാഹരണത്തിന് നമ്മളുടെ ഇടയിൽ ഒരു സാമ്പത്തിക ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ നിക്ഷേപമെങ്കിലും കരുതൽ മാറ്റിവെക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതെ. അന്ന് ഏജന്റുമാരൊക്കെ വീടുകളിൽ വന്നിച്ച് ആളുകളോട് നിർബന്ധിച്ച് പറഞ്ഞ് RD സ്കീം, അവർ 1000 രൂപ 2000 രൂപ വെച്ച് നിർബന്ധിച്ച് അടപ്പിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ അവർക്ക് മിച്ചം ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ 1000 രൂപയെ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ 1000 തന്നെ അടച്ചുകൊണ്ടിരിക്കും. 3 മാസം എനിക്ക് അടവ് തെറ്റിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ക്യാൻസലായി പോകും. അടവിന് കൃത്യമായ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് പിഴപ്പലിശ വരും. നേരത്തെ പറഞ്ഞ പോലെ സ്ഥിര ഇൻകം അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് പ്രായോഗികമായിട്ട് പോസിബിൾ. ഇൻകം ഫിക്സഡ് ആയി. പിന്നെ ഇതിന്റെ ടെന്യൂറും ഒക്കെ നമുക്ക് ഇതിനിടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ആ പീരീഡ് വരെ കാത്തിരിക്കണം. ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസ്. ഈ ഞങ്ങൾ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഒരു വ്യക്തിക്ക് എന്താണോ വരുമാനം ഉള്ളത് അത് ആ വ്യക്തിക്ക് അടയ്ക്കാം. 1000 രൂപയെ തുടങ്ങാം. ഇനി അടുത്ത മാസം വരെ കാത്തു നിൽക്കണ്ട. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്ലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു 1000 രൂപ കിട്ടി, അല്ലെ ഒരു 5000 രൂപ കിട്ടി, അതടയ്ക്കാം. മാസത്തിലൊന്നും അടയ്ക്കാൻ പറ്റിയത് ഒരു കുഴപ്പമില്ല. ചില മാസങ്ങളിൽ അടയ്ക്കാൻ പറ്റിയില്ല, അന്നേരം കുഴപ്പമില്ല. പിഴപ്പലിശയില്ല. ഇതിന് 3 മാസം കഴിഞ്ഞ് ലാപ്സ് ആകുമെന്ന് പറയുന്ന പ്രശ്നമില്ല. മിനിമം ടെന്യൂർ മാത്രമേ ഉള്ളൂ. 3 വർഷമാണ് മിനിമം ടെന്യൂർ. ഒരു RDക്കുള്ള ഒരു 3 വർഷം മിനിമം ടെന്യൂർ. മാക്സിമം ടെന്യൂറില്ല. എത്ര നാൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാം. 3 വർഷം കഴിഞ്ഞിട്ട് ഫുള്ളി ക്ലോസ് ചെയ്യണമെന്നില്ല, പാർഷ്യലി ക്ലോസ് ചെയ്യാം. ഫുള്ളായിട്ട് എടുക്കണ്ട. ടെന്യൂർ ലോങ് പീരീഡ് ആണ്. ഇതിൽ കുറേ ആഡ് ഓൺ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു നിശ്ചിത വോളി എത്തുമ്പം വീടിൻ്റെ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു നിശ്ചിത വോളി എത്തുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് സ്റ്റാർട്ട് ചെയ്യും. ഒരു നിശ്ചിത വോളി എത്തുമ്പോൾ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി സ്റ്റാർട്ട് ചെയ്യും. ഒരു നിശ്ചിത വോളി എത്തുമ്പോഴത്തേക്കും ക്രിട്ടിക്കൽ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചടച്ച് ക്രമേണ നമ്മളുടെ ഫാമിലിയും നമ്മളും എല്ലാം സെക്യൂർഡായിട്ട് മാറും.
അതേസമയം നമുക്ക് റിട്ടേൺ, ഒരു ഹൈ റിട്ടേണിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു പ്ലാനിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എടുത്താൽ ആക്ച്വലി ഇൻഷുറൻസ് പ്ലാനിന്റെ ഒന്നും ആവശ്യം വരില്ല, എല്ലാം ഇൻബിൽറ്റഡ്. അതായത് ബീങ് എ വെരി സാധാരണ മലയാളി, എൻ്റെ മനസ്സിൽ ഇതെന്നാലും എങ്ങനെ ശരിയാവും എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് പ്ലാനുകൾ. ഇപ്പം ഇതിലൊരു വിശ്വാസ്യതയുടെ ഘടകമുണ്ടല്ലോ. ഇപ്പം നമ്മൾ ബാങ്കുകളല്ലാണ്ട് ഇപ്പം സൊസൈറ്റികളിൽ പോവാതെ നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ബാങ്കുകളിൽ തന്നെ പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് ടൈം എന്താ പറയുക, നമ്മൾ സ്വരുക്കൂട്ടുന്ന പൈസയാണ്. ഈ ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെ അതിനെ നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര പേടിയാണ്, നമുക്ക് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ഇത് എന്തെറിഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ ചോദിക്കില്ലേ, അങ്ങനെയുള്ളവരോട് എന്താ പറയുക? ഒരു ബാങ്കിങ് സ്ഥാപനം ഒരു അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റാണ് നടത്തുന്നത്. അസറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിൽ നടത്തുന്ന ഡെപ്പോസിറ്റുകളാണ് ലയബിലിറ്റി, ബാധ്യതകളാണ്. ഇപ്പോൾ ഒരാളൊരു 100 രൂപ തന്നു, ഈ 100 രൂപയ്ക്ക് അദ്ദേഹത്തിന് ഒരു പലിശ കൊടുക്കണം. പലിശ കൊടുക്കണമെങ്കിൽ ഈ 100 രൂപ അസറ്റ് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ലോൺ കൊടുക്കണം. തിരിച്ചു കിട്ടാവുന്ന, കൃത്യമായി തിരിച്ചു കിട്ടാവുന്ന, പലിശ തിരിച്ചു കിട്ടാവുന്ന സ്ഥലത്ത് തന്നെ ലോൺ കൊടുക്കണം. എന്നിട്ട് ആ കിട്ടുന്ന ലോണിന് കിട്ടുന്ന പലിശ കൊണ്ടാണ് ആരെ സെറ്റ് ചെയ്യുന്നത്? ഈ ലയബിലിറ്റി ഹോൾഡേഴ്സിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പ്രോപ്പർ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് ആണ്. ഏതൊരു സൊസൈറ്റി, ക്രെഡിറ്റ് സൊസൈറ്റിയും നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കണം. ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഒരു കാര്യം പറയാം. 12% പലിശ വരെയാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിന്, ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നത്. 22 മുതൽ 24% ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR ആണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. 12 എടുത്തിട്ട് 22 നമ്മൾ ലെൻഡ് ചെയ്യുന്നു. ഒരു 4 മുതൽ 6% വരെ മൊത്തം ഓപ്പറേഷണൽ കോസ്റ്റ് വരുന്നു. പോയിട്ടൊരു 4 മുതൽ 6% വരെ പ്രോഫിറ്റ് വരുന്നു. അപ്പൊ ഇത് വളരെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് റിസ്ക് ഇല്ല. ബാങ്കുകളും ഇതേ ഫോർമാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഈ ക്രെഡിറ്റ് സൊസൈറ്റികളിലൊക്കെ സംഭവിക്കുന്ന ഒരു ക്രമക്കേടിന്റെ ഒരു പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് പറയും. ശരിക്കും അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് അറിയാൻ പറ്റണമെങ്കിൽ ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കണം. സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാര്, മത നേതൃത്വത്തിലുള്ളവരൊക്കെ ആയിരിക്കാം മിക്കവാറും സൊസൈറ്റികളുടെയൊക്കെ തലപ്പത്ത് മാനേജ്മെന്റിൽ മിക്കപ്പോഴും വരുന്നത്. അവർക്ക് ആളുകളുടെ ഇടയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, ഫണ്ട് സ്വരൂപിക്കാനും പറ്റും. പക്ഷെ ഇത് പ്രോപ്പർലി ലെൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് അറിയണമെന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ മിസ്മാനേജ്മെന്റ് വന്നേക്കാം, അല്ലെന്നെങ്കിൽ ഫണ്ട് ഡൈവേർഷൻ വന്നേക്കാം. ഇവിടെ നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാങ്കിങ് മേഖലകളിൽ 40 വർഷത്തോളം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിൻ്റെ മാനേജ്മെന്റ് തലത്തിലുള്ളതും ഫങ്ഷണൽ ഹെഡ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരും. എല്ലാവർക്കും ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ടാമത്തെ സംഗതി, ഒരു മാനിപ്പുലേഷൻ നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ഇൻ പ്ലേസ്. കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണ് ബാങ്കുകളുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്. ആൻഡ് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്നത് കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വി ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ടു ദി ടെക്നോളജി. കോർ ബാങ്കിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു ആദ്യത്തെ സൊസൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. 100% ഡിജിറ്റലി ഓപ്പറേറ്റ് ചെയ്യുന്ന സൊസൈറ്റി. ഒരു 2-വീലർ ലോൺ എടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് അവിടെ ഉണ്ടാവും. ഞങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ പ്രത്യേകതയാണ് 30 മിനിറ്റ് കൊണ്ട് 13ഓളം ഏജൻസികളിൽ നിന്നുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഉൾപ്പെടെയുള്ള ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എടുത്ത് 30 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് വണ്ടി എടുത്ത് പുറത്തേക്ക് പോകാം. അത്രയ്ക്ക് ഫാസ്റ്റ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം വി ഹാവ് ദ ബെസ്റ്റ് ടെക്നോളജി ആൻഡ് ക്വാളിഫൈഡ് പീപ്പിൾ ഇൻ ദ മാനേജ്മെന്റ് ആൻഡ് ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓൾസോ ഡിസൈൻഡ് ബ്യൂട്ടിഫുള്ളി. നേരത്തെ പറയുന്ന പോലെ നമുക്ക് 22-24% റിട്ടേൺ ഉണ്ടെങ്കിലേ 12% ആർക്ക് കൊടുക്കുള്ളൂ, മെമ്പേഴ്സിന് കൊടുക്കുന്നുള്ളൂ. സോ ഇറ്റ്സ് പ്രോപ്പർലി ഡിസൈൻഡ് ആൻഡ് മാനേജ്ഡ്. അപ്പം ഇതിന്റെ സുതാര്യത, ഇതിന്റെ ഈ ആളുകളുടെ വിശ്വാസ്യത എപ്പോഴും നിലനിൽക്കുന്നത് ഹൗ ഇറ്റ് ഈസ് മാനേജ്ഡ്, ഹൂ ഈസ് ബിഹൈൻഡ് ഇറ്റ്. ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. ദെൻ അഗെയിൻ സന്തോഷകരമായ ഒരു സംഗതി, 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊന്നും അത്ര റെഗുലേറ്റഡ് ആയിരുന്നില്ല. 2023 അമെൻമെന്റ് ആക്ടിന് ശേഷം മിനിസ്ട്രി രൂപീകരിച്ചു, മിനിസ്ട്രിയുടെ കീഴിൽ വന്നു. ആൻഡ് ഇറ്റ് ഈസ് നൗ ബീങ് 100% റെഗുലേറ്റഡ്, ജസ്റ്റ് ലൈക്ക് RBI is regulating banks.
ഇതുപോലെ കുറേ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോസ്, SLR, CRR, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, അങ്ങനെ എല്ലാ നോംസും ഉണ്ട്. ഇവിടെ ഒരു ഓംബുഡ്സ്മാന്റെ ക്രമീകരണമായി RTIയുടെ കീഴിൽ കൊണ്ടുവന്നു. ഇപ്പോൾ സ്ട്രീം ലൈൻഡ് ആയി. അപ്പോൾ ഒരു ബാങ്കിൽ നമുക്ക് എന്തൊക്കെ വിശ്വാസ്യത അർപ്പിക്കാമോ അതേ വിശ്വാസത ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അർപ്പിക്കാൻ പറ്റും. 7 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് ലൈസൻസ് ഉള്ളത്. സൗത്തിൽ 4 സ്ഥലത്തുണ്ട്, പുതുശ്ശേരി ഉൾപ്പെടെയുള്ള 4 സ്ഥലത്തുണ്ട്. കർണാടക, കേരള, തമിഴ്നാട് ആൻഡ് പുതുശ്ശേരി. പിന്നെ നോർത്തിൽ രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് പഞ്ചാബ്. ഇവിടെ അഡ്രസ് പ്രൂഫുള്ള KYC സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം. 12 രൂപ മെമ്പർഷിപ്പ് ഫീയും 100 രൂപയുടെ ഒരു ഷെയറെങ്കിലും എടുത്തിരിക്കണം. സിമ്പിളാണ്. എല്ലാം പ്രോസസ്സ് വന്നിട്ട് ആപ്ലിക്കേഷൻ, ബിക്കോസ് വി നീഡ് ടു ഹാവ് എ റെക്കോർഡ്, ആപ്ലിക്കേഷൻ തരണം. And they can take a membership and they will get a share certificate also for this. അതായത് ഇവിടെ ഒരു പെർമനന്റ് അഡ്രസ് ഉള്ള ആർക്കും ഈ പറഞ്ഞ 7 സ്ഥലങ്ങളിൽ ആർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ആ 100 രൂപ എന്ന് പറഞ്ഞത് ഷെയർ അവർക്ക് റീഫണ്ടബിൾ ആണ്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഇറ്റ്സ് നോട്ട് ആകെ 12 രൂപയ്ക്കാണ് ഈ സേവനങ്ങൾ കംപ്ലീറ്റ് വരുന്നത്. ഈ 100 രൂപയ്ക്കും സൊസൈറ്റി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അതിന് ഡിവിഡൻഡും കിട്ടും. ഇപ്പോൾ സൊസൈറ്റി 15% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ആ 100 രൂപയ്ക്ക് 15% ഡിവിഡൻഡ് ഈ മെമ്പേഴ്സ് കിട്ടുകയും ചെയ്യും. സോ വെറും 12 രൂപയ്ക്കാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ എല്ലാ. ഇനി ഫ്യൂച്ചർ പ്ലാൻസ്, ഇനിയും ഇതുപോലെ എന്തൊക്കെ പ്ലാനുകളാണ് വരാതിരിക്കുന്നത്? ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പം കേരളത്തിൽ 42 ബ്രാഞ്ച് ഫങ്ഷണൽ ആയിട്ടുണ്ട്. തമിഴ്നാട്ടിലും ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. 8 ബ്രാഞ്ചുകൾ ഇനോഗ്രേഷന് വേണ്ടി റെഡിയായി കിടക്കുന്നു. ബൈ ദ എൻഡ് ഓഫ് ഡിസംബർ ആകുമ്പോൾ ഒരു 55ഓളം ബ്രാഞ്ചുകൾ ഫങ്ഷണൽ ആകും. 2025 മാർച്ച് ആകുമ്പോഴേക്കും 100 ബ്രാഞ്ചുകൾ ഫങ്ഷണൽ ആകും. 2027 മാർച്ച് ആകുമ്പോഴേക്കും കേരളത്തിലും തമിഴ്നാട്ടിലുമായി 700 ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഓരോ ബ്രാഞ്ചിലും കുറഞ്ഞതൊരു 100 പ്രവർത്തകരെങ്കിലും നമ്മുടെ മെമ്പേഴ്സിൽ നിന്ന് തന്നെ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ജോലി സാധ്യതയും കൂടെ തുറന്നു കൊടുക്കുന്നുണ്ട്. ഓരോ ബ്രാഞ്ചിലും കുറഞ്ഞത് അങ്ങനെ 100 പേരെയെങ്കിലും ഞങ്ങൾ ഒരു ജോലി വാഗ്ദാനം ചെയ്ത് അതിലേക്ക് തൊഴിലവസരം തുറന്നു കൊടുക്കുന്നുണ്ട്. ഇവരൊരു ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ചെല്ലും. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം എനിക്കൊരു 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ, ഞാനൊരു ശരാശരി ഒരു മലയാളിയുടെ ഒരു കാര്യം പറയുകയാണ്, ഞാൻ 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഒരു 15,000 രൂപ ചിലവാക്കിക്കൊണ്ടായിരിക്കും ഓരോ മാസവും ജീവിക്കുന്നത്. എനിക്കൊരു 15,000 രൂപ ചിലവാക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന 5,000 രൂപ കൂടുതൽ ചിലവാക്കിയാലും കുഴപ്പമില്ല, അടുത്ത മാസം 10,000 വരുമല്ലോ, ബാലൻസ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ഈ വിടവങ്ങ് നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അവസാനം ഇദ്ദേഹത്തിന് വല്ല ലോണൊക്കെ എടുത്താലേ ഈ പ്രശ്നം തീരുള്ളൂ എന്നുള്ള അവസ്ഥയിലെത്തും. ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി 15,000 കിട്ടിയാൽ മെച്ചപ്പെടുമെന്ന് വിചാരിച്ചാൽ അന്നേരം ഇയാൾ 20,000 രൂപയുടെ ബാധ്യതയായിട്ട് വരും. അപ്പോൾ ഒരിക്കലും ഇതെന്ത് ചെയ്യത്തില്ല, അസറ്റ് ലയബിലിറ്റി പ്രോപ്പർലി മാനേജ് ചെയ്യാൻ ആൾക്കറിയില്ല. ഇവിടെയാണ് ഒരു സാമ്പത്തിക ബോധവൽക്കരണം ആവശ്യമുള്ളത്. ചില ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ജു തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ സ്ട്രക്ചേർഡായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. 10,000 കിട്ടിയാൽ 10,000-ൽ ജീവിക്കാൻ അവർ പഠിക്കും. ഇനി അവരൊരു കാര്യം കൂടി ചെയ്യും, ജീവിതത്തിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അനാവശ്യങ്ങൾ അതിനങ്ങ് തിരിക്കും. എന്നിട്ട് ഈ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും നിവർത്തിക്കുന്നതിന് വേണ്ടി അവർ ആദ്യം ബഡ്ജറ്റ് ചെയ്യും. മിച്ചം ഉണ്ടെങ്കിലേ ആഗ്രഹത്തിന് പുറകുള്ളൂ. പക്ഷെ ഇവിടെയാണ് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ആവശ്യം. ഈ അത്യാവശ്യം നമ്മുടെ വരവിനുള്ളിൽ നിൽക്കുകയും വേണം, ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും വരവിനുള്ളിൽ നിൽക്കണം. പക്ഷേ ഈ ആവശ്യങ്ങളിൽ കാത്ത് ഭാവിക്ക് വേണ്ടി കരുതാൻ ഒരു നീക്കിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ബോധവൽക്കരണം കൂടെ കൊടുക്കും, ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ അതങ്ങനെ എല്ലാ വ്യക്തികളിലും ആദ്യമൊക്കെ നമ്മൾ നിർബന്ധിക്കേണ്ടി വരും. അവിടെ ചെന്ന് നിങ്ങൾ ഒരു 1,000 രൂപയെങ്കിലും മാറ്റിവെക്കുക, അല്ലെങ്കിൽ 2,000 രൂപ എല്ലാ മാസവും മാറ്റിവെക്കുക, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും മാറ്റിവെക്കുക. അങ്ങനെ വരുമ്പോൾ ഭാവിക്ക് വേണ്ടി അവർക്ക് ഒരു, നേരത്തെ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ റിസ്കുകൾ കവർ ചെയ്യാൻ, സാമ്പത്തിക ഫ്രീഡം നേടിയെടുക്കാൻ അതവരെ സഹായിക്കും. അങ്ങനെ സാമ്പത്തിക ഫ്രീഡം നേടിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമായി തുടങ്ങും. കടക്കണിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്കാണ് ഇതെല്ലാം താളം തെറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഞങ്ങൾ ഈ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. വീട് തോറും പോകുന്ന സമയത്ത് ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന വിവിധ സാമ്പത്തിക പദ്ധതികളുണ്ട് ജനങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി. ഇതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് അറിയില്ലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 70 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമായിട്ട് കിട്ടും. പക്ഷെ അതിനുവേണ്ടി അവർ രജിസ്റ്റർ ചെയ്യണം, മുനിസിപ്പാലിറ്റിയിൽ പോയി അവർ ഇത് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയൊക്കെ വേണം. ഇതിനെക്കുറിച്ച് അവർക്ക് അറിയില്ലെങ്കിൽ അവർ ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അങ്ങനെ ആകുമ്പം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഇൻഫോർമേഷൻസ് കിട്ടുമ്പോൾ അവരുടെ ഭാവി ജീവിതങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലാണ് ലക്ഷ്യമിടുന്നത്.
കുറഞ്ഞതൊരു 70,000 ഫാമിലിയെങ്കിലും അടുത്ത 2 വർഷം കൊണ്ട് ഈ സൊസൈറ്റിയെ കൊണ്ട് ഉപജീവനം കഴിക്കണം. സാമ്പത്തിക സേവനങ്ങൾ ലക്ഷക്കണക്കിന് മെമ്പേഴ്സിന് ലഭ്യമാകണം. അങ്ങനെ ഒരു മഹത്തായ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഈ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം ആക്ച്വലി ഞങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ളതായതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you very much.